നമസ്കാരം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നപ്പോൾ ശരിക്കും ഞെട്ടിയത് CPM ആണ്. കാരണം ഒരു ഈസി വാക്ക് ഓവർ പ്രതീക്ഷിച്ചിരുന്ന CPMനെയും പ്രത്യേകിച്ച് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളമൊക്കെ തന്നെ അവർക്കിത് വലിയൊരു തിരിച്ചടിയായി മാറുകയായിരുന്നു. പലപ്പോഴും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകൾ തൊട്ടു പിന്നാലെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മുന്നോടിയായി കണക്കാക്കാറുള്ള ഒരു സാഹചര്യത്തിൽ ഇക്കണക്കിന് അടുത്ത തവണ മൂന്നാം ഊഴം തുടർച്ചയായി എന്നുള്ള പിണറായിയുടെയും കൂട്ടാളികളുടെയും സ്വപ്നം പൊലിയുമോ എന്നുള്ള ഒരു സംശയം അവർക്കിടയിലും ഉണ്ടായി. ഇതിനിടയിൽ കോൺഗ്രസിലും ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരുന്നിട്ടില്ല. തൃശ്ശൂർ കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനത്ത് ചൊല്ലിയൊക്കെ ഉണ്ടായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഫലപ്രദമായി മുതലെടുക്കാൻ CPM ശ്രമിച്ചെങ്കിലും അവിടെ എല്ലാം പരാജയപ്പെടുകയായിരുന്നു. മറ്റൊന്ന് UDFനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാവ് VD സതീശൻ CPMനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീഷണിയായി മാറിയിരുന്നു. കാരണം നിയമസഭയിലും പുറത്തുമൊക്കെ തന്നെ വളരെ കൃത്യമായി പിണറായി സർക്കാരിൻ്റെ ഓരോ ക്രമക്കേടുകളും അക്കമിട്ട് തെളിവ് സഹിതം നിരത്തി സർക്കാരിനെ പലപ്പോഴും അദ്ദേഹം വെട്ടിലാക്കിയിട്ടുണ്ട്. കൂടാതെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ഷൻ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരിൽ ഏറ്റവും മിടുക്കനായ ആൾ VD സതീശനാണ്. പക്ഷേ കോൺഗ്രസ് കുറേ നാളുകൾക്ക് മുമ്പുണ്ടായ ചില പ്രശ്നങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമൊക്കെ വന്ന സമയത്ത് സതീശൻ്റെ ശക്തമായ നിലപാടുകളോട് വിയോജിപ്പുള്ള ഒരു വിഭാഗവും കോൺഗ്രസിലെ പുതിയ തലമുറയിലുണ്ടായിരുന്നു. ഷാഫി പറമ്പിലിനെയൊക്കെ പോലെയുള്ള യുവ നേതാക്കന്മാർ അവരൊക്കെ തന്നെ ഒരു കാലത്ത് സതീശനോടൊപ്പം ഉറച്ചു നിന്നവരാണ്. അങ്ങനെ അവരിൽ പലരും സതീശനെ കൈവിട്ടു എന്നുള്ളൊരു സാഹചര്യം പോലും കേരളത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ പിണറായി സർക്കാർ സ്വീകരിച്ച ഒരു നടപടി സതീശൻ്റെ നഷ്ടപ്രതാപം പൂർവാധികം ഭംഗിയായി തിരിച്ചെത്തുന്നതിന് ഏറെ സഹായകരമായിരുന്നു. VD സതീശൻ വിദേശത്ത് പോയി 2018 വെള്ളപ്പൊക്കത്തിൽ പെട്ടവർക്ക് വീട് വയ്ക്കുന്നതിന് വേണ്ടി പുനർജനി പദ്ധതി എന്നുള്ള പേരിൽ വലിയ തോതിൽ പണപ്പിരിവ് നടത്തിയെന്ന ആ ഒരു പരാതി നേരത്തെ വന്നിരുന്നു. ഇത് വിജിലൻസ് അന്വേഷിച്ചതിൽ യാതൊരു കഴമ്പുമില്ല എന്ന് കണ്ടെത്തിയതാണ്. ഇക്കാര്യം CBI അന്വേഷിക്കണമെന്ന് ഇപ്പോൾ ആവശ്യപ്പെടാൻ ഇരിക്കുകയാണ് കേരളത്തിലെ പിണറായി സർക്കാർ. നമ്മളൊരു കാര്യം ഓർക്കണം, 2020 അന്നത്തെ പിണറായി സർക്കാർ ഇനി മുതൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു കേസ് CBI അന്വേഷിക്കണമെങ്കിൽ അത് സംസ്ഥാന സർക്കാരിൻ്റെ കൂടി അനുമതി വേണം എന്നുള്ള ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം ഒരു കാരണവശാലും CBI അന്വേഷണത്തെ ഇവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ പിന്നെ എന്തുകൊണ്ടാണ് ഇക്കുറി ഇവർ ഇതിന് തയ്യാറായതെന്ന് ചോദിച്ചാൽ അത് തിരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം പിണറായിയുടെ വിജിലൻസ് തന്നെയാണ് ഈ കേസ് അന്വേഷിച്ചത്. കേസ് അന്വേഷിച്ച വിജിലൻസ് കണ്ടെത്തിയത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കാരണം മണപ്പാട് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടനയ്ക്കാണ് സതീശൻ പറഞ്ഞതിന് പ്രകാരം പണം ലഭിച്ചിട്ടുള്ളത്. അതിന് സതീശൻ ഒരു രൂപ പോലും കൈപ്പറ്റിയിട്ടില്ല, അതിന് തെളിവില്ല. സതീശൻ ഈ പണം കൊണ്ട് ഏതെങ്കിലും വസ്തുക്കളോ കെട്ടിടങ്ങളോ ഒക്കെ വാങ്ങിയതായ തെളിവുണ്ടോ അതുമില്ല. ചുരുക്കത്തിൽ വിജിലൻസ് കളഞ്ഞ് കൈകഴിയ ഒരു കേസായിരുന്നു. കാരണം അവർക്ക് തെളിയിക്കാനുള്ള ഒന്നും തന്നെ ഒരു തെളിവുകളില്ലെന്ന് മാത്രമല്ല, ഈ മണപ്പാട് ഫൗണ്ടേഷൻ ഈ ലഭിച്ച പൈസ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി അവർ ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുക, അതിനുള്ള തെളിവുകൾ കണക്കും എല്ലാം അവരുടെ കൈവശം ഉണ്ടായിരിക്കുകയും ചെയ്തു. പിന്നെ എന്താണ് ചെയ്യാൻ കഴിയുക ഇടതുപക്ഷത്തിന്? പഴയ അടവ് തന്നെ വീണ്ടും എടുത്തു. ഉമ്മൻചാണ്ടിക്ക് നേരെ 2024 തെരഞ്ഞെടുപ്പിന് മുമ്പായി സോളാർ കേസുമായി ബന്ധപ്പെട്ട് അവർക്കെല്ലാം എതിരെ CBI അന്വേഷണം പ്രഖ്യാപിച്ചതുപോലെ ഒരു CBI അന്വേഷണത്തിനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ഉമ്മൻചാണ്ടിക്കും അന്ന് ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളാക്കപ്പെട്ട അല്ലെങ്കിൽ കുറ്റാരോപിതരായ ആളുകൾക്ക് എന്ത് സംഭവിച്ചു? അവരെല്ലാവരും നിരപരാധികളാണെന്ന് കാലം തെളിയിച്ചു. പിണറായിയും കൂട്ടാളികളെയും സംബന്ധിച്ചിടത്തോളം 2024 തെരഞ്ഞെടുപ്പ് പ്രധാന രംഗത്ത് ഫലപ്രദമായി അവർ ഉപയോഗിച്ചിരുന്നൊരു കാര്യമാണ്. അതിനുശേഷം ആ കേസിന് എന്ത് സംഭവിച്ചു നമ്മൾ കണ്ടതാണ്. ഇവരെല്ലാവരും നിരപരാധികളാണെന്ന് തെളിയിക്കപ്പെട്ടു. അത് പിണറായി സർക്കാരിന് ബാധകമേ ആയിരുന്നില്ല. കാരണം അവർക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള ഒരു തന്ത്രം മാത്രമായിരുന്നു. എല്ലാ തവണയും തങ്കമണി സംഭവമാണെങ്കിലും സൂര്യനെല്ലിയാണെങ്കിലും അതുപോലെയുള്ള കേസുകളൊക്കെ തന്നെ ഐസ്ക്രീം പാർലറാണെങ്കിലും എല്ലാം തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പെണ്ണ് കേസുകളായി മാറ്റുന്നതാണ് CPMൻ്റെ രീതി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ അവരതങ്ങ് മറക്കുന്നതാണ് സാധാരണ ചെയ്യാറുള്ളത്. ഏതായാലും ഇവിടെ ഇപ്പോൾ സതീശനെ കൊടുക്കാൻ നോക്കി ശരിക്കും സതീശൻ താരമായി മാറിയ അവസ്ഥയാണ് ഉണ്ടാകുന്നത്. കോൺഗ്രസിലെ നേതാക്കൾ ഒന്നടങ്കം സതീശന് പിന്തുണയുമായി എത്തി. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വയനാട്ടിൽ നടന്ന കോൺഗ്രസിൻ്റെ പുതിയ അവരുടെ നേതൃത്വ ക്യാമ്പിൽ ഇതിന് എല്ലാ നേതാക്കന്മാരും സതീശന് പിന്തുണ പ്രഖ്യാപിച്ചു. സതീശൻ താരമായി മാറി. സതീശൻ്റെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയുള്ള ആ സംസാരം ഒരുപക്ഷെ CPM നേതാക്കളെ ഞെട്ടിപ്പിച്ചിരിക്കാനാണ് സാധ്യത. കാരണം പല CPM നേതാക്കളും കരുതിയിരുന്നത് ഇത്തരത്തിലുള്ള വാർത്ത പുറത്തു വരുമ്പോൾ സതീശനാകെ ഞെട്ടി തകർന്നു പോകുമെന്നും അങ്ങനെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുള്ളിൽ വീണ്ടും അന്തഛിദ്രം ഉണ്ടാക്കാം, അല്ലെങ്കിൽ സതീശനെതിരെ കോൺഗ്രസ് ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തും എന്നൊക്കെ കരുതിയിരുന്നുവെങ്കിലും അതെല്ലാം പൊളിഞ്ഞടുങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. ചുരുക്കത്തിൽ സതീശനെ അടുത്ത കേരള മുഖ്യമന്ത്രിയാക്കാൻ പിണറായി വിജയൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയതായിട്ടാണ് ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഞങ്ങൾക്കോ ഭരണം കിട്ടുകയില്ല, കോൺഗ്രസിൽ സതീശനെങ്കിലും മുഖ്യമന്ത്രി ആയിക്കോട്ടെ, താൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന ആൾ തന്നെ അടുത്ത മുഖ്യമന്ത്രി ആകട്ടെ എന്ന് പിണറായി വിജയൻ കൽപ്പിച്ച് ഉറപ്പിച്ച് ഇറങ്ങി പുറപ്പെട്ടതുപോലെ തന്നെയാണ് ഈ ഒരു തീരുമാനത്തെയും നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുക.